Daddy, many happy returns of the day. Thank you very much. Looking 10 years younger. നമ്മുടെ 4 പേരുടെയും ബ്രാൻഡ് ഷോപ്പിലുണ്ട്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നാട്ടിൽ വരുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു വ്ളോഗാണ്. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും കുറച്ച് ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്ളോഗായിരിക്കും ഇന്ന്. സോ നമ്മളങ്ങനെ തായ്ലൻഡിൽ നിന്ന് വലിയൊരു ടൂർ കഴിഞ്ഞു. തായ്ലൻഡ് അല്ലല്ലോ, ഫസ്റ്റ് സിംഗപ്പൂർ, അത് കഴിഞ്ഞ് ക്രൂസ്, അത് കഴിഞ്ഞ് വീണ്ടും സിംഗപ്പൂർ, അത് കഴിഞ്ഞിട്ട് ബാലി, അത് കഴിഞ്ഞ് തായ്ലൻഡ്, അതിന് മുമ്പേ ബോംബെ, ഇത്രയും സ്ഥലത്ത് പോയി തിരിച്ച് നാട്ടിലെത്തിയിരിക്കുവാണ്. ചൂടിൻ്റെ കാര്യം ഒന്നും പറയണ്ടല്ലോ. സോ എന്തായാലും നാട്ടിലെത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ആക്ച്വലി ഡാഡിയുടെ ഈ വ്ളോഗ് വരുന്ന ദിവസമല്ല, വ്ളോഗ് എടുത്ത ദിവസം ഡാഡിയുടെ നാളാണ്, പെരുന്നാളാണ്. പക്ഷെ ഡാഡിയുടെ ബർത്ത്ഡേ മെയ് 10th അപ്പോൾ നാളെ തന്നെ നമ്മുടെ കൂടെ ഡാഡി തായ്ലൻഡിൽ വന്നിരുന്നു. ഡാഡി ഒരു ഷർട്ടിൻ്റെ ബ്രാൻഡ് തുടങ്ങണം എന്ന് പണ്ടേ ആഗ്രഹമുണ്ട്. എല്ലാവരും ഡാഡിയുടെ ഷർട്ടിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുമായിരുന്നല്ലോ. പക്ഷേ ഈ ഒരു നാളിൻ്റെ അന്ന് തന്നെ, അതും എത്രാമത്തെ ഏജിലാണ്, ഈ ഒരു ഏജിലാണ് ഡാഡി തുടങ്ങുന്നത്. സോ എനിക്കൊന്നും വളരെ ആൾക്കാർക്ക് ഇൻസ്പയറിങ്ങും പിന്നെ നമ്മുടെയും എല്ലാ സപ്പോർട്ടും നമ്മൾ ഡാഡിക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡാഡിയുടെ ബ്രാൻഡ് ഒരു ഹാപ്പി സ്റ്റോറി വെച്ചിട്ടുണ്ട്. അടിപൊളി പേരാണ്. പേര് സജസ്റ്റ് ചെയ്തത് ഞാനാണ്, അതുകൊണ്ട് പറയാമല്ല, പക്ഷെ അടിപൊളി പേരാണ്. ആൻഡ് അതുകൊണ്ട് ആ ഒരു ഡാഡിയുടെ ബ്രാൻഡിൻ്റെ ലോഞ്ചും ഡാഡിയുടെ സന്തോഷവും പിന്നെ നിങ്ങൾക്ക് ഇൻസ്പിറേഷനും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ആൻഡ് ഡാഡി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുവാണ്. ഇനിയിപ്പോൾ ഡാഡി ഞങ്ങളോട് ചൈനയിൽ നിന്ന് ഇത് സോഴ്സ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നല്ല നല്ല ഡിസൈൻസും പാറ്റേൺസും ഡാഡിക്ക് വേണം എന്നൊക്കെ പറഞ്ഞ്. സോ എന്തായാലും ഞാൻ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം, ഡാഡിയുടെ അടുത്ത് വിശേഷങ്ങളും ചോദിക്കാം. ഡാഡി, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ലുക്കിംഗ് 10 years younger. വേദു പറ. Thank you, Vedu, my son. ഡാഡിക്ക് എത്ര വയസ്സായെന്ന് അറിയോ? വേദു പറ. കണ്ട ഹാപ്പി ഏകദേശം അടുത്തെത്തി. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് നമ്മുടെ ഷോപ്പിൽ. ഒരു ഹാപ്പി സ്റ്റോറിൽ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇപ്പോൾ, അതൊരു വലിയ സംഭവമാണ്. അതെന്താ ഞാൻ പറയാകത്ത് കയറിയിട്ട് വളരെ ഒരു സ്പെഷ്യൽ കാര്യം അവിടെ. ഡാഡി, അങ്ങനെ ഡാഡി നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിരിക്കുവാണ്. ആദ്യമേ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഈ ഷോപ്പിന്. എന്താണെന്നറിയോ? എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യ്. ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല, നമ്മുടെ കാര്യം തന്നെ. നമ്മുടെ 4 പേരുടെയും ബ്രാൻഡ് ഷോപ്പിലുണ്ട്. ആയിക്കോട്ടെ, ഇപ്പൊ 4ാമത്തെ വന്നല്ലോ. പ്രിയയുടെ ബാഗ് 4 അനുവിന്റെയും 5 ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് 5 ബ്രാൻഡ് ഉണ്ട്. സോ പ്രിയയുടെ ബാങ്ക് ഓഫ് ഫാഷൻ, ബാഗ്സിന്റെ വെലോറ, ജ്വല്ലറി സ്പാർക്കിൾ, മമ്മിയുടെ ഷേപ്സ്, എന്റെ ഹാപ്പി പോഡ്സും ഹോങ് തായും. ആൻഡ് ഡാഡിയുടെ ബ്രാൻഡ് പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഡാഡി, ആ ബ്രാൻഡ് പേരെന്താ? 80 by മോഹൻ. 80th ഇയറിൽ തുടങ്ങുന്നത്, അതുകൊണ്ട് 80 year by മോഹൻ എന്നുള്ള പേരിട്ടു. ഏതോ പ്രാണ. അതൊരു ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു അല്ലേ ആ പേര്. ഫസ്റ്റ് തന്നെ ഡാഡിന്റെ നാളിൽ തന്നെ. ഇത് നമ്മുടെ ഷർട്ട് അല്ലേ ഇപ്പത്തെ? ഇനി എന്റെ ഓൺ ബ്രാൻഡിന്റെ ഷർട്ട് അതൊക്കെ ഡാഡി പറയും കേട്ടാ. ഓ പക്ഷെ വലിയ ഡിമാൻഡ് ആണെങ്കിലും എല്ലാത്തിന്റെയും 3-4 പീസ് വെച്ച് എടുത്തിട്ടുള്ളൂ. കാരണം ഡാഡിക്ക് ലിമിറ്റഡ് കളക്ഷൻസ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. സോ ഡാഡിയുടെ കുറച്ച് കളക്ഷൻസ് നമുക്ക് കാണിക്കണ്ടേ? ഡാഡി തന്നെയായിരിക്കും മോഡല്? ഡാഡി തന്നെയാണോ മോഡല്? വെക്കണ്ട, അതെ, ഡാഡി ഇടുന്നതിനായിരിക്കും ഡിമാൻഡ്. ആദ്യമേ തന്നെ ഡാഡിയുടെ ബ്രാൻഡിന്റെ പേര് 80 by മോഹൻ. അടിപൊളി പേരല്ലേ? എന്റെ സജഷനാണ്. 80 years മോഹൻ തുടങ്ങുന്ന ബ്രാൻഡ്. ഓക്കെ, 80th ഇയറിൽ ബിസിനസ് തുടങ്ങുന്ന ഡാഡി. ക്ലാപ്പ് ചെയ്യ. അപ്പൊ ഡാഡി, കൺഗ്രാറ്റുലേഷൻസ്. ഇത് വളർന്ന് പന്തളിക്കണം. ബിസിനസ് ആണ് 80 by മോഹൻ. സോ കുറച്ച് ഷർട്ട്സ് കൂടെ നമ്മൾ കാണിക്കാം. നിങ്ങൾക്ക് എന്താണെന്ന് അറിയണ്ടേ സംഭവങ്ങൾ? ഇത് ആക്ച്വലി സൈസൊക്കെ നമുക്ക് ലിമിറ്റഡ് സൈസേ ഉള്ളൂ കേട്ടോ. 2 സൈസല്ലേ ഉള്ളൂ ഡാഡി? ഏതൊക്കെയാണ്?
എക്സ് എക്സൽ അല്ല, സൈസാണ് നമ്മുടെ എല്ലാ ഷർട്ട്സും കൊണ്ടുവന്നിരിക്കുന്നത്. ഹൈ സെല്ലിംഗ് സൈസസ് കൂടുതൽ എല്ലും എക്സലും ആണ്. ദേ നോക്കിക്കേ, ഡിസൈൻസ് എല്ലാം ഡാഡിയുടെ സെലക്ഷൻ ആണ്. പേര് ഞാൻ പറഞ്ഞു, പേരിലായിരിക്കും സംഭവം ഏറ്റാവുന്നത്. മനോരമയിലൊക്കെ ആർട്ടിക്കിൾ വരും, നോക്കിക്കോ. അതെ, ഏകദേശം ഒരു 10-20 ഡിസൈൻസ് തന്നെ കാണും തുടക്കം തന്നെ. എന്നെ കണ്ട് ആസ്വദിക്കുക. ഉഫ്, എന്റെ കളക്ഷൻസ് ഇത്രയും നല്ലതാണോ എന്ന്. ഏത് ഡാഡിയാ? ഫുൾ സെലക്ഷനിൽ കൺഫ്യൂഷൻ ആയിരുന്നു. നല്ലത്. അതെ, ഏതാ? അതെ, ഇത്രയും കണ്ട് വളരെ എല്ലാം നമ്മുടെ ഈ നാട്ടിൽ ഇടാൻ പറ്റുന്ന ക്ലൈമറ്റിലുള്ള ഡ്രസ്സസ് തന്നെയാണ്. അങ്ങനത്തെ മെറ്റീരിയൽ തന്നെ എടുത്തിരിക്കുന്നത്. അല്ലാതെ മറ്റേ നമ്മുടെ ആ പോളിസ്റ്ററും നൈലോണോ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനത്തെയൊക്കെ ആയിരുന്നു ഞാൻ ആക്ച്വലി സജസ്റ്റ് ചെയ്തത്. കാരണം അതിൽ നല്ല പ്രിന്റ്സ് കിട്ടും. പക്ഷെ ഇതാകുമ്പോൾ സമ്മേഴ്സിനും ഇടാം. ആ സമയത്ത് നല്ലൊരു സമ്മർ പ്രിന്റ്സും ആണ്. നോക്കണം, ഡാഡിയുടെ കുറച്ച് കളക്ഷൻസ് നമുക്ക് റെഫറൻസ് തന്നിട്ടുണ്ടല്ലോ. ഡാഡിക്ക് ഇതിൽ ഫേവറേറ്റ് വല്ലതും ഉണ്ട്? ഡാഡി ഇട്ടതില്ല ഇവിടെ? അതില്ല. ഓ, ഡാഡി അല്ല അയൺ ചെയ്തിട്ടൊക്കെയാണോ ചോദിക്കുന്നല്ലേ? ഓ, ഡാഡി മറ്റേ വെളിയിൽ കൊടുത്ത് അയൺ ചെയ്യിപ്പിച്ച് ലുക്ക് കാണില്ല. ഓ, കണ്ടു പഠിക്കും പറയാ. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റീം അയൺ ചെയ്യും. ഡാഡി മറ്റേ പ്രോപ്പർ ലോണ്ടറിയുടെ അവിടെ കൊടുത്ത് അയൺ ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഇടുള്ളൂ. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൊണ്ട് ഷോറൂമിൽ നിന്ന് ഇട്ടോണ്ട് പോവാം. ഓ, എല്ലാം നല്ല കളേഴ്സ് ആണ്. പക്ഷെ ഭയങ്കര ലൗഡും അല്ല. എല്ലാം നല്ല ഭംഗിയുള്ള ഷർട്ട്സ് ആണ്. നല്ല മെറ്റീരിയലാണ്. നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നോക്ക്, ഇതാണ് നമ്മൾ പറഞ്ഞത് സാരയുടെ ഡിസൈൻ പോലെ ഉണ്ടെന്ന് അല്ലേ? നോക്ക്, ഡാഡിയുടെ സെലക്ഷൻ അല്ലേ ഡാഡി? എന്നെ പോലെ ഇതൊക്കെ ഞാനൊക്കെ ഡാഡിയുടെ സെലക്ഷൻ അല്ലേ? ഇന്ദ്രേട്ടൻ കണ്ടാ? അതെ, മമ്മി. ഇത് അടിപൊളി ഷർട്ട് അല്ലേ? ഭയങ്കര ഒരു വൈബ് ഷർട്ടാ. നിങ്ങക്ക് ഒരു പാർട്ടിക്കോ വൈകുന്നേരം ഇടാനോ എല്ലാം എല്ലായിടത്തും ഇടാൻ പറ്റുന്ന രീതിയിലാണ്. ഫോർമൽസ് ഇല്ല, ഇതുപോലത്തെ കാഷ്വൽ ആൻഡ് സമ്മർ വെയർസ്. അതാണ് ഡാഡിയുടെ കളക്ഷൻ. അതെ, അത്രേ കാണിക്കുന്നുള്ളൂ. ഇനിയുണ്ട്, പക്ഷെ അത് നമ്മൾ പയ്യെ വരും. അപ്പൊ തുടക്കത്തില് ഞങ്ങൾ ഡാഡിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുറച്ച് ഷർട്ട്സ് ആണ് ഇവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. 85 മോഹൻ. ഡാഡിയുടെ പ്രൗഡ്നെസ് നോക്കാം ആ പേര് നോക്കുമ്പോ. അതെ, ഇത് തുടങ്ങിയത് നമ്മുടെ ബ്രാൻഡ്സ് തുടങ്ങി ഭയങ്കര ഇൻസ്പയറിംഗ് അല്ലേ? നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതല്ലല്ലോ. ഇത് തുടങ്ങണം ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് വിചാരിക്കാത്ത രീതിയിൽ, അതെ, പിന്നെ നമ്മുടെ യൂണിവേഴ്സ് സപ്പോർട്ട്സ് എന്ന് പറഞ്ഞ പോലെ ആഗ്രഹം ഉണ്ടായിരുന്നു, വർക്ക് ചെയ്തു. ബാക്കിയൊക്കെ ദൈവവും യൂണിവേഴ്സും കൂടെ ചെയ്തു. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ആലോചിച്ചാൽ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു പോഡ്സ് നമ്മുടെ പേരിൽ തന്നെ ലോണ്ടറി ഡിറ്റർജൻറ്റ് പോഡ്സ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഇതൊക്കെ നിങ്ങൾക്ക് oruhappystore.com കിട്ടും. www.oruhappystore.com. അതല്ലാതെ ബാങ്കോക്കിൽ അപ്രിയാണ് ആ ബാലി കളക്ഷൻസ് എപ്പോൾ തൂക്കുന്നു കുറേ പേര് ചോദിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കണം. നെക്സ്റ്റ് വീക്ക് തന്നെ പറ്റുമെങ്കിൽ തുറക്കണം കേട്ടോ. നെക്സ്റ്റ് വീക്ക് തന്നെ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. കൂടെ തന്നെ നമ്മുടെ വുമൻസ് ഓൺലി ട്രിപ്പ് ടു തായ്ലൻഡ് അത് ജൂണിൽ നടത്തുവാണ്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അടിച്ച് പൊളിക്കും. നമ്മുടെ തായ്ലൻഡിൽ നമ്മുടെ ഇവിടെ ഒരു സബ്സ്ക്രൈബർ കുട്ടി 3 പേര് വന്നിരുന്നു. അവർ നമ്മൾ പറയുന്ന രീതിയിൽ പോയി എൻജോയ് ചെയ്താണ്. അവർ ആദ്യമായിട്ട് ഫോറിൻ ട്രിപ്പ് എടുത്തതാണ്. അവരിവിടെ അകത്തെങ്ങാണ്ടുണ്ട്. സോ അതുപോലെ നമുക്ക് ഒരു കിഡിലൻ വുമൻസ് ട്രിപ്പ് ആയിരിക്കും. സ്പാ, ഹിഡൻ ഷോപ്പിംഗ്, കിഡിലൻ ഫുഡ്, 7-Eleven ഫുഡ്, അല്ലാതെ അടിപൊളി സ്റ്റേ, ഫുക്കറ്റും ബാങ്കോക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരിക്കും. സോ ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ജൂണിലാണ്. 7 ഡേയ്സും 6 നൈറ്റ്സും ആണ്. ഈ വീട് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു മേ ബി കൊച്ചിയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ആയിരിക്കും. ഇന്ന് ഡാഡിയുടെ നാളായതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നായിരിക്കും ഇന്നത്തെ ലഞ്ച്. ആൻഡ് ഇത് ഒരു എന്താ പറയുന്ന ഒരു 8-10 വർഷത്തെ ഒരു സ്വപ്നമാണ് എനിക്കൊന്ന് ഇവർ ഈ വീട്ടിൽ കൂടെ സാക്ഷാത്കരിക്കുന്നത്. ആൻഡ് ഇവരുടെ ഓരോ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ഇൻക്ലൂഡിങ് ദിസ് പോസ്റ്റ് ബോക്സ് അടിപൊളിയാണ്. ഡാഡി പറപ്പോ
എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പറ്റിയത്? നമ്മളെപ്പോഴും പോവാറുണ്ടല്ലോ തായ്ലാന്റില്. ആ, അപ്പോഴൊക്കെ ഞാൻ ഷർട്ട് സെലക്ട്. ആരുമല്ല ഡാഡിക്ക് എത്ര ഷർട്ട് ഉണ്ട്? എനിക്ക് ഒരുപാടുണ്ട്. എന്നാലും ഒരു കണക്കില് ഒരു 10-200 എണ്ണം കാണും. എന്നാലും എന്നെങ്കാട്ടി ഉണ്ടോ അപ്പൊ? 50 ഡാഡി പറഞ്ഞ 200 അടുത്തുണ്ടെന്ന്. ആ, അപ്പൊ ഞാന് പോകുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷർട്ട് എടുക്കും. ഓക്കെ. അത് ഇവിടെ കൊണ്ടുവരുമ്പോ ഓരോരുത്തർ ചോദിക്കും ഇത് എവിടുന്ന എടുത്ത, നന്നായിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഞാൻ ആലോചിച്ചു എങ്ങനെ കുറെ ഷർട്ട് കൊണ്ടുവന്ന് ഇട്ടാലേ. പക്ഷെ ഡാഡി എന്താ പണ്ടൊന്നും തുടങ്ങാതെ ഇരുന്നേ? അതാണ് അബദ്ധം പറ്റുന്നത്. എപ്പോഴും അതിനൊക്കെ ഒരു സമയമുണ്ട്. എന്നാലേ ബ്രാൻഡ് പേരിടാൻ പറ്റുള്ളൂ. അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോഴാണ് ആ സമയം എത്തിയത്. എന്തായാലും അങ്ങനെ ഡാഡിക്ക് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങാൻ പറ്റി. ഹാപ്പിയാണ്. ഇനി ഡാഡി പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരണം. തുടങ്ങിയിട്ട് ക്ലോസ് ചെയ്യുന്നത് ശരിയല്ല. അല്ല, കണ്ടിന്യൂ ആണ്. ഡാഡിക്ക് സപ്പോർട്ട് കാണും എന്തായാലും. ഫസ്റ്റ് ഓഫ് ഓൾ നല്ല സാധനമാണ്. പിന്നെ ഡാഡി ഭയങ്കര പ്രോഫിറ്റ് ഒന്നും ഇട്ടല്ലോ വെക്കുന്നത്. ഒരു ചെറിയ എമൗണ്ട് അല്ലേ പ്രോഫിറ്റ് ഇടുന്നുള്ളൂ. എല്ലാ ഷർട്ട്സിന്റെയും പ്രൈസ് കിട്ടുള്ളൂ. കാരണം പോയി വരാനുള്ള എക്സ്പെൻസ് ഉണ്ട്, വാങ്ങുന്നുണ്ട്. അതെ, എല്ലാ ഷർട്ടിന്റെയും പ്രൈസ് എത്ര ഡാഡി? 999. അത്രേ ഉള്ളൂ. ഏതെടുത്താലും. അതാ ഡാഡിക്ക് അങ്ങനെ ഇനി ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല, ഒരു പാഷൻ ഉള്ളവർക്ക് നല്ല നല്ല ഷർട്ട് എന്റെ കളക്ഷൻ വഴിക്ക് കിട്ടുമല്ലോ എന്ന്. അതാണ് കോൺഫിഡൻസ്. അതെ, പലയിടത്ത് കാണും, എക്സിബിഷൻസ് കാണും. നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷൻ ഒക്കെ വരുമോ ഡാഡി? 85. പക്ഷെ അപ്പോഴേക്ക് സ്റ്റോക്ക് തികയില്ല. എവിടെ ഡാഡി സ്പോൺസർ ചെയ്യില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, ഭയങ്കര എക്സ്പെൻസ് അല്ലേ? അതിന് നമുക്ക് ചൈനയിൽ നല്ല ഷിപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നല്ല കളക്ഷൻസ് ഞങ്ങൾ അവിടെ പോയിട്ട് നല്ല ഉണ്ടെങ്കിൽ ഡാഡിക്ക് അയച്ചു തരാം. ഡാഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളത് അവിടുന്ന് നമ്മുടെ ഡ്രസ്സിന്റെയും ജ്വല്ലറിയുടെ ഒക്കെ കൂടെ കയറ്റി അയക്കാം. അതിന്റെ ഇടയ്ക്ക് അതേ നടക്കുള്ളൂ. അപ്പൊ നീ തായ്ലാന്റ് പോവാണെങ്കിലും അമ്മയും കൂടെ ഇടാം. ആ, നമ്മളങ്ങനെ ഇപ്പൊ തായ്ലൻഡ് അധികം പോകുന്നില്ലല്ലോ. അതാ, പെട്ടെന്ന് പോകേണ്ടി വരും. ചൈന തന്നെയാണല്ലോ നമ്മുടെ. അതെ, നമ്മുടെ ചൈന തന്നെയാണല്ലോ. എന്തായാലും ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ തായ്ലാന്റിൽ നിന്ന് ഡ്രസ്സ് വേണമല്ലോ നമുക്ക്. വേണം, അത് വേണം. നമ്മുടെ ഷോ നടക്കില്ല. അതെ. പിന്നെ ഇവിടുത്തെ ഒന്നും ഡാഡി നോക്കുന്നില്ല, രാജസ്ഥാൻ ഭാഗത്തുനിന്നൊന്നും. അവിടെയൊക്കെ പോകേണ്ട എക്സ്പെൻസീവ് ഇപ്പോൾ എക്സ്പെൻസ് തന്നെയാണ്. അത് ഇന്ത്യൻ മറ്റേ ഇവിടുത്തെ ഫാബ്രിക് നാച്ചുറൽ ടൈ അല്ലേ? പിന്നെ വെസ്റ്റേൺ പ്രിന്റ്സും കിട്ടില്ല. ഡാഡിക്ക് കൂടുതൽ ഇഷ്ടം ഇതുപോലത്തെ കുറച്ച് വെസ്റ്റേൺ പ്രിന്റ്സ് ആണ്. ആ, പക്ഷെ അതൊന്നും ഇത്രയും എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ കിട്ടാൻ കുറച്ച് പാടാ. ഡാഡി ഇപ്പൊ ചെയ്യുന്ന കളക്ഷൻസ് എടുത്താലേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. കാരണം ഡാഡി വാങ്ങിയ മിക്ക ഷർട്ട്സും അതെ നല്ല രസമുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഡാഡി. ഒരു ഹാപ്പി സ്റ്റോറിൽ കാണും. അതുപോലെ തന്നെ ഡാഡി, അതെ, ഡാഡിനെ സപ്പോർട്ട് ചെയ്യുന്നവര്. ഡാഡി അതിന്റെ കുറച്ച് ഷർട്ട്സ് ഇട്ടിട്ടെ ഫോട്ടോ എടുക്കണം, നമുക്കത് ഇടണം കേട്ടാ. ആ, എന്നാലും ആൾക്കാർക്ക് കാണിക്കണ്ടേ. ഞാനും കുറച്ചിടാം അല്ലേ, സമ്മതിക്കണ്ടേ? അതും ഡാഡി വയ്യാതെ മാർക്കറ്റിന്റെ അകത്ത് വന്ന് സാധനം ആ തിരക്കിന്റെ ഇടയിൽ ആ ചൂടത്തിടയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച് ടാഗ് ചെയ്ത് ഷോപ്പിലിട്ടു. ആ, അന്ന് കാലും മുറിഞ്ഞിരിക്കുവായിരുന്നു. എന്നാലും ഷൂ ബൈറ്റ് ആണ്, പക്ഷെ എന്നാലും നല്ല പെയിൻ ആയിരിക്കുമല്ലോ. അപ്പൊ ഡാഡിയുടെ സ്ട്രഗിളിന് റിസൾട്ട് ഉണ്ടാവും. ഡാഡി ഓ അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഡാഡി. ഗൈസ്, സോ അങ്ങനെ ഡാഡിയുടെ ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഡാഡിയുടെ പിറന്നാളാണ്, ബർത്ത്ഡേ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കുന്നതായിരിക്കും. 80th ബർത്ത്ഡേ അല്ലേ. സോ പ്ലീസ് ടു കം ടു ഒരു ഹാപ്പി സ്റ്റോർ ആൻഡ് ഡാഡിയുടെ ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കുക. ഐ എം ഷുവർ നിങ്ങളുടെ പറ്റിയ സൈസും ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ടു ബൈ ഇറ്റ്. ഇറ്റ്സ് വാല്യൂ ഫോർ മണി. ആൻഡ് ഒരു ഭയങ്കര സന്തോഷമാണ്, ഇൻസ്പിറേഷനാണ് ഈ ഒരു ഏജിലും ആ റിസ്ക് എടുക്കാൻ റെഡി ആയിട്ട് ഡാഡി ഇപ്പോഴും നിൽക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ ട്രാവൽ ചെയ്ത് വന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ ഡാഡിക്ക് ഐഡിയ ഉള്ളതുകൊണ്ടായിരുന്നു.
സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഡാഡി ആൻഡ് എല്ലാവരുടെയും പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും ഉണ്ടായിരിക്കണം ഡാഡിയുടെ ബ്രാൻഡിന് വേണ്ടി. സോ ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു, വളരെ കാഷ്വലായിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു. വേറെന്താ, എന്തായാലും നല്ലൊരു വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.